ഹല്ലേലൂയ. ഏതു മനുഷ്യൻ ഉറച്ചു നിന്നാലും, വെരി ഗുഡ്, ഏതു മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. പക്ഷേ ആ അവസാന ശ്വാസത്തിലേക്ക് എത്താൻ ഓരോരുത്തരും എടുക്കുന്ന കാലയളവ് വ്യത്യസ്തം ആണോ? ചിലര് ജനിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ, ചിലർ 10 വയസ്സ്, ചിലർ 20 വയസ്സ്, ചിലർ 50, ചിലർ 60, ചിലർ 80, ചിലർ 100, ചിലർ 110, ഇങ്ങനെ അങ്ങ് പോകും. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഒരു ആയുസ്സിനെ നമ്മളൊരു 100 വയസ്സെന്ന് ഞാനങ്ങ് എടുക്കുക. പേടിക്കേണ്ട, അത്രയൊന്നും പോകത്തില്ല, റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാം. ആമേ. ഈ ഒരു 100 വയസ്സെന്ന് ഞാനൊരു എക്സാമ്പിൾ ആയിട്ടങ്ങ് എടുക്കുക. ഈ 100 വയസ്സ് വരെയുള്ള ഈ കാലയളവ്, ഈ ആയുസ്സിന്റെ ഭാഗത്തെ നമുക്ക് 4 സ്റ്റേജസ് ആയിട്ട് തിരിക്കാം. ഓക്കെ, 4 സ്റ്റേജസ്, ലൈഫിന്റെ 4 സ്റ്റേജസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് 4ആയിട്ട് എങ്ങനെയാ തരംതിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ 25 വർഷം, രണ്ടാമത്തെ 25 വർഷം, മൂന്നാമത്തെ 25 വർഷം, നാലാമത്തെ 25 വർഷം. ആദ്യത്തെ 25 വയസ്സ് വരെ, രണ്ടാമത് 25 വയസ്സ് മുതൽ 50 വയസ്സ് വരെ, മൂന്നാമത് 50 വയസ്സ് മുതൽ 75 വയസ്സ് വരെ, നാലാമത് ഞാൻ ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ ജനത്തെ കൊണ്ട് നന്നായിട്ട് പണിയെടുപ്പിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. സിസിയാനിക്ക് നന്നായിട്ട് അറിയാം അത്. നാലാമത് 75 വയസ്സ് മുതൽ 100 വയസ്സ് വരെ. ഈ ആദ്യത്തെ 25 വയസ്സ് വരെയുള്ള കാലയളവിനെ നമ്മൾ വിളിക്കുന്ന ഒരു സ്പിരിച്വൽ ടേം ഉണ്ട്. ആ ടേമിന് പറയുന്നത് ലൈഫിന്റെ സ്പിരിച്വൽ മോർണിംഗ് സ്റ്റേജ് എന്നാ. എന്തുവാ മോർണിംഗ് സ്റ്റേജിന്റെ മലയാളം എന്നതാ? അത് കുറച്ചുകൂടെ നല്ലൊരു മലയാളം. പ്രാരംഭകാലം, പ്രഭാത കാലഘട്ടം എന്നൊക്കെ പറയാം അല്ലെ? നല്ല ഫ്രഷായി നിൽക്കുന്ന സ്റ്റേജാ. അതുകൊണ്ട് നന്നായിട്ടങ്ങ് അടിച്ചു പൊളിച്ചോ എന്ന് ലോകം പറയും. പക്ഷെ നമുക്ക് ആദ്യത്തെ 25 വർഷം അങ്ങനെ അല്ല. പ്രൈസ് ടു ജീസസ്, ഹല്ലേലൂയ. ആദ്യത്തെ 25 വർഷത്തിൽ ഞാൻ പറയുന്നു, നിങ്ങൾ സത്യദൈവത്തെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടേ അത് ആദ്യത്തെ 25 വർഷത്തിൽ നിങ്ങൾ അറിയണം. ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനും അത് പ്രാപിക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നിറയുന്നുണ്ടെങ്കിൽ അത് ആദ്യത്തെ 25 വർഷത്തിൽ നടക്കണം. ആമേൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും, 30ാമത്തെ വയസ്സിൽ ഇങ്ങോട്ട് രക്ഷിക്കപ്പെട്ട് വന്നവരെങ്ങനെയാ അനുസിസ്റ്ററെ ആദ്യത്തെ 25 വർഷത്തിൽ ഇതൊക്കെ ചെയ്യുന്നത്? ഓരോരുത്തരും വിശ്വാസത്തിൽ വരുന്നത് ദൈവം ആകർഷിക്കുന്നത് പോലെ. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്, വിശ്വാസ കുടുംബങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട തലമുറകളെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ആമേൻ. അവരാദ്യത്തെ 25 വർഷത്തിൽ, ചിലർ പറയും 40ാമത്തെ വയസ്സിൽ ഇങ്ങോട്ട് വന്ന് പറയും, ഞങ്ങൾ ദൈവത്തെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടോ എന്ന് പഠിച്ചുകൊണ്ടിരിക്കുക, ഇന്ന് രോഗസൗഖ്യം ഉണ്ടോ, ഇന്നും അത്ഭുതം ഉണ്ടോ, ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അങ്ങനെ സ്റ്റഡി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഫസ്റ്റ് 25 ഇയേഴ്സിനുള്ളിൽ സ്റ്റഡി ചെയ്യണം. Praise to Jesus. Hallelujah. Hallelujah. ചില യൂത്ത് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോഴേ, ഇതിനിടയ്ക്ക് കുറച്ച് യൗവനക്കാരെ ഞാൻ കാണുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ മാതാപിതാക്കൾ ശ്രദ്ധിച്ചോണം. ചില യൂത്ത് മീറ്റിങ്ങിൽ ഞാൻ പോകുമ്പോൾ പിള്ളേർ പറയും, ഈ യേശുക്രിസ്തുവിന്റെ ടീനേജിനെ കുറിച്ചൊക്കെ ഒന്ന് ബൈബിളിൽ എഴുതി വെച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. 18ാമത്തെ വയസ്സിൽ, 16ാമത്തെ വയസ്സിൽ, 14ാമത്തെ വയസ്സിലൊക്കെ യേശു ക്രിസ്തുവിന്റെ ടീനേജിനെ കുറിച്ചൊന്ന് എഴുതി വെച്ചെങ്കിൽ ഞങ്ങൾക്കും കൂടെ അത് പകർത്താൻ. ഇതാകെ അവസാനത്തെ 3.5 വർഷത്തെ ശുശ്രൂഷ മാത്രം 4 സുവിശേഷങ്ങളിലും എംഫസൈസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഞാൻ പറയുന്നു, അവസാനത്തെ 3.5 വർഷത്തെ ശുശ്രൂഷകൾ 4 സുവിശേഷങ്ങളിലും എംഫസൈസ് ചെയ്തപ്പോഴും ഒരു 12ാമത്തെ വയസ്സിനെ കുറിച്ച് പറയാൻ പരിശുദ്ധാത്മാവ് മറന്നുപോയില്ല. Agreed or not? 12ാമത്തെ വയസ്സിൽ യേശു ആലയത്തിന്റെ അകത്തുണ്ടായിരുന്നു. കറക്റ്റ് ആണോ? 12ാമത്തെ വയസ്സിൽ
കഴുത്തിനകത്ത് പുസ്തകം ഉണ്ടായിരുന്നു. 12ാമത്തെ വയസ്സിൽ അവൻ ഉപദേശങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ ചിലത് പറയുന്നുണ്ടായിരുന്നു. മാതാപിതാക്കൾ ചോദിക്കുക, മക്കളെ ഈ 3 ദിവസം നീ എവിടെയായിരുന്നടാ? ഉടനെ പറയുകയാണ്, ഞാൻ ആ രാജ്യത്തിനുള്ളവനാണെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഞാൻ എൻ്റെ പിതാവിനുള്ളതാണെന്ന് നിങ്ങൾ അറിയുന്ന അർത്ഥം 13ാമത്തെ വയസ്സിൽ, 14ാമത്തെ വയസ്സിൽ, 15, 16 വയസ്സിൽ എന്ത് സംഭവിച്ചു എന്ന് നീട്ടി വലിച്ചെഴുതണമെന്നില്ല. ആദ്യത്തെ 25 വർഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് 12 വയസ്സുകാരൻ ആലയത്തിന്റെ അകത്തുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, ആദ്യത്തെ 25 വർഷത്തിനുള്ളിൽ ജീവിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ വീട്ടിനകത്തുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അവർ അറിയുന്നുണ്ടെങ്കിൽ ഈ പ്രായത്തിൽ തന്നെ അറിയണം. Praise to Jesus. ഞാൻ നമ്മുടെ ചർച്ചക്കോന്റെ സ്റ്റേറ്റ് മീറ്റിംഗിൽ ഞാൻ പറഞ്ഞതാണെന്നാ ഞാൻ ഓർക്കുന്നേ. ചില അപ്പന്മാര് പറയും, മക്കള് പഠിച്ചോ, മക്കള് ഞായറാഴ്ച അമ്മയപ്പയും പോയി പ്രാർത്ഥിച്ചോളാം, ഞങ്ങള് മീറ്റിങ്ങിന് പോയോളാം, മക്കള് പഠിച്ചോ, മക്കളുടെ കാര്യം നോക്കിയോ. നോ, അവർക്ക് വാ തുറക്കാൻ പ്രാപ്തിയായെങ്കിൽ, ആമേൻ, അവർക്ക് ചർച്ച് എന്തുവോ, മീറ്റിംഗ് എന്തുവോ, മിനിസ്ട്രി എന്തുവാണെന്നുള്ള അറിയാനുള്ള പ്രായവും പക്വതയുമായെങ്കിൽ അവർ ഈ മോർണിംഗ് സ്റ്റേജിൽ ആലയത്തിന്റെ അകത്ത് കാണണം. Praise to Jesus. അത് ഭയങ്കര സ്ട്രോങ് ബേസ് ഇടുകയാണ്. ശക്തമായ അടിസ്ഥാനം ഇടാൻ പറ്റിയ സ്റ്റേജ് ഏതാണ്? മോർണിംഗ് സ്റ്റേജ്. ഓക്കെ, അടുത്ത ഏജാണ്, ഇനി അതിലേക്കായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം. അടുത്ത ഏജാണ്, പറഞ്ഞോ, 25 മുതൽ 50 വയസ്സ് വരെ. ആദ്യത്തെ 25 വർഷം മോർണിംഗ് സ്റ്റേജ് ആണെങ്കിൽ ഈ സ്റ്റേജിന് എന്ത് പേരായിരിക്കും പറയുന്നത്? ഇംഗ്ലീഷ് ആഫ്റ്റർനൂൺ സ്റ്റേജ്. എന്നതാ? ആഫ്റ്റർനൂൺ സ്റ്റേജ്. The brightest stage of the life. ഉച്ചയ്ക്ക് സൂര്യൻ ഇങ്ങനെ വെട്ടിത്തിളങ്ങി നിൽക്കത്തില്ലേ? പ്രകാശം ഏറ്റവും കൂടുതലുള്ള സമയം ഏതാണെന്ന് ചോദിച്ചാൽ, ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന സമയം ഏതാണെന്ന് ചോദിച്ചാൽ ഉച്ചയാണ്. ആമേൻ. ഇതേപോലെ ജീവിതത്തിൽ ഈ ദൈവത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഓടാൻ പറ്റിയ സമയം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആഫ്റ്റർനൂൺ സ്റ്റേജാണ്. നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, നിങ്ങൾക്ക് പൈസയുണ്ട്, ഇല്ലാത്തത് സമയമല്ലേ. പക്ഷേ ഒരു ദൈവ പൈതൽ ചിന്തിച്ചോണം, സമയമില്ലെങ്കിൽ സമയം ഉണ്ടാക്കി ഓടണം. ഏറ്റവും കൂടുതൽ സ്പിരിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ടൈം ഏതാണെന്ന് ചോദിച്ചാൽ ഈ 2ാമത്തെ 25 വർഷമാണ്. ലോക രാജ്യങ്ങളുടെ നടുവിൽ പോയി ശിഷ്യരാക്കാൻ, ദൈവത്തിനു വേണ്ടി ഒത്തിരി പേരെ ശിഷ്യരാക്കാൻ പറ്റിയ സമയം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആഫ്റ്റർനൂൺ സ്റ്റേജാണ്. പ്രൈസ് ടു ജീസസ്. അതിന് തെളിവുണ്ടോ? ഉണ്ടല്ലോ. 30ാമത്തെ വയസ്സിൽ ഒരു യൗവനക്കാരൻ ആത്മാവിന്റെ ശക്തിയോടെ പുറപ്പെട്ടു. കണ്ടോ? 12 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഏത് പ്രായ പറയുന്നേ ആന്റി? ഒന്നും ബൈബിൾ തെറ്റത്തില്ലെന്നേ, അതങ്ങനെ വരുള്ളൂ. പ്രൈസ് ടു ജീസസ്. ആത്മാവിന്റെ ശക്തിയോടെ പുറപ്പെട്ടു. 3.5 വർഷം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ തലമേലിട്ട അസൈൻമെന്റ് 3.5 വർഷം കൊണ്ട് പൂർത്തീകരിച്ചു, സൈൻ ചെയ്തു, പോയി. പ്രൈസ് ടു ജീസസ്. പ്രൈസ് ടു ജീസസ്. ഞാൻ ഇന്നലെ ഈ ഒരു മീറ്റിങ്ങിന് വേണ്ടി അല്പസമയം പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയാം ഇതൊരു സെമിനാറാണ്. ഒരു ആദ്യത്തെ കുറച്ച് സമയം നിങ്ങൾ ഉറപ്പായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ക്ലാസ് പോലെയൊക്കെയാണ്. അതങ്ങനെ തന്നെ ഞാൻ പോകത്തുള്ളൂ. എൻ്റെ ശുശ്രൂഷയിൽ നിന്നും ഞാൻ പതിവിലും കുറച്ചുകൂടെ സ്വത്ര വ്യത്യസ്തമായിട്ടാണ് ഇന്ന് പകൽക്കാലം നമ്മളിപ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രസംഗിക്കുന്ന ഒരു മോഡിലല്ലല്ലോ ഇത് പോകേണ്ടത്. എങ്കിലും ഞാൻ ഈ ഒരു ഭാഗം ഇന്നലെ അല്പസമയം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പം ആത്മാവ് നിങ്ങളോട് പറയാൻ ഒരു പ്രൊഫസി എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതും കൂടെ പറയുന്നുണ്ട്, കുഴപ്പമുണ്ടോ? അതോ ഞങ്ങൾക്ക് പോയിന്റ് മാത്രം മതി എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ?
ഇല്ല. ആമേൻ സ്തോത്രം. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ യേശു, ഇത് നിങ്ങളുടെ വ്യക്തിപരമായ ചില വിഷയങ്ങളും നിങ്ങളുടെ കുടുംബത്തോടുള്ള ബന്ധത്തിനകത്ത് കർത്താവ് തന്ന ഒരു ദൂതായത് കൊണ്ട് ഞാൻ അതും കൂടെ ഈ ഒരു സമയം ഒന്ന് കവർ ചെയ്യുകയാണേ. ഈ യേശു 30-ാമത്തെ വയസ്സിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി. നമ്മൾ കാണുന്നത് ഈ പത്രോസിന്റെ പടകിൽ കർത്താവ് കയറി. പത്രോസിന്റെ പടകിൽ കർത്താവ് കയറി കഴിഞ്ഞ് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ലാത്തവന്റെ പടകിലോട്ട് കയറേണ്ടവൻ കയറി. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പദമുണ്ട്. അവിടെ 2 ബോട്ടുണ്ടായിരുന്നു, 2 പടക് യേശു ചെല്ലുമ്പോൾ കണ്ടു. പക്ഷെ അതിനകത്ത് ഷീമോനുള്ളതായ ഒന്നിൽ അവൻ കയറിയെന്ന ആണോ? അതെ. അർത്ഥം പത്രോസിന് അറിയത്തില്ല, പക്ഷെ യേശുവിന് നന്നായിട്ടറിയാം ഏത് പടകിലാ ദൈവപ്രവൃത്തി നടക്കേണ്ടതെന്ന്. ഞാൻ പറയുന്നു സിസി ആന്റി, 2 അല്ല 2000 പടക് നിരന്നു നിന്നാലോ ദൈവപ്രവൃത്തി നടക്കേണ്ട പടക് ദൈവത്തിന് തെറ്റു പറ്റുകയില്ലോ, ദൈവത്തിന് അബദ്ധം പറ്റുകയില്ലോ. കൃത്യമായി അതിനകത്ത് സ്റ്റെപ്പിൻ ചെയ്ത ദൈവപ്രവൃത്തിയെ ഒരു 30 വയസ്സുകാരൻ വെളിപ്പെടുത്തുകയോ, ഒരു കൺഫ്യൂഷനുമില്ല. ആമേ. ഇനി അടുത്ത ഭാഗം ശ്രദ്ധിച്ചോണേ. ഓക്കെ, ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറയുന്നു. വല നിറയുന്നു, പടക് നിറയുന്നു, ഭയങ്കര സന്തോഷം. അതൊരു അത്ഭുതമാണോ? ആണോ അല്ലയോ? പറ എന്തെങ്കിലോ. അതെ, അത്ഭുതമാണ്. ഈ അത്ഭുതം നടന്ന ഉടനെ പത്രോസിന്റെ പ്രതികരണം എന്തായിരുന്നു? ഞാൻ പാപിയായൊരു. എന്നതാ പത്രോസ്, ഈ അത്ഭുതവും പാപവും തമ്മിലുള്ള ബന്ധം എന്തുവാ? ഇപ്പം എനിക്കിപ്പോൾ ഉദാഹരണം പഠിക്കാൻ സിസി ആൻറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷമിച്ചേക്ക്. ആൻറ്റി അങ്ങനെ ഇല്ല. ഉദാഹരണ, ഒരു 40 ലക്ഷത്തിന്റെ കടം ഉണ്ടെന്നിരിക്കട്ടെ. ഇല്ല, ഒരിക്കലും ഉണ്ടാകത്തില്ല. എക്സാമ്പിളാ. ഒരു 40 ലക്ഷത്തിന്റെ കട ഉണ്ടെന്നിരിക്കട്ടെ. ബൗപ്പോസിന് സിസി ആൻറ്റി കൂടെ കൈയോർത്ത് വെച്ച് പ്രാർത്ഥിക്കുക, കർത്താവേ ഒരു പ്രവൃത്തി ചെയ്തേ പറ്റത്തുള്ളൂ, ഫിനാൻഷ്യൽ ഭയങ്കര സ്ട്രഗിളാ, ഇത്രയും കടഭാര, ഒരു പ്രവൃത്തി ചെയ്യണേ, ഒരു പ്രവൃത്തി ചെയ്യണേ, ഒരു പ്രവൃത്തി ചെയ്യണേ, ഒരു പ്രവൃത്തി ചെയ്യണേ. പെട്ടെന്ന് കർത്താവ് വീടിന്റെ അകത്ത് പ്രത്യക്ഷമായിട്ട് പറയാം, മക്കളെ സോഴ്സ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, പെട്ടെന്ന് അത് അവിടെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് പോ, എടുക്ക്, കടം വീട്ട്. നടന്നതൊരു ഭയങ്കര മിറക്കിളാ. പക്ഷെ ഉടനെ സിസി ആൻറ്റി പറയുവോ, ഞാൻ പാപിയാ കർത്താവേ. അതാണോ പറയുന്നേ? അതോ അത്ഭുതത്തിൽ തുള്ളിച്ചാടുമായിരിക്കുമോ? നമ്മൾ എന്താ ചെയ്യുന്നേ? എനിക്ക് ആദ്യം മനസ്സിലായില്ല. എടാ മക്കളെ, മീൻ കൊണ്ടുപോയി അമ്മാമ്മയ്ക്ക് കൊണ്ട് കുറച്ച് വറുത്തൊക്കെ കൊടുത്ത് ബാക്കി വിറ്റ്, ആമേ സ്വത്ര ഹല്ലേലൂയ, രാത്രി മൊത്തം കിടന്ന് കഷ്ടപ്പെട്ടല്ലേ, പോയി കിടന്ന് ഉറങ്ങ് മനുഷ്യാന്ന് പറഞ്ഞ പത്രോസ് പറയും, നടന്നത് അത്ഭുതമാണെങ്കിലും ആമേ സ്വത്രം അതിന്റെ അകത്തു നടന്ന ദൈവപ്രവൃത്തിയിലൂടെ ഞാൻ പിടിച്ചെടുത്ത ഒരു മാനസാന്തരത്തിന്റെ സിഗ്നൽ ഉണ്ട്. പ്രൈസ് ടു ജീസസ്. ഈ ദൂത ഇന്നലെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ പറഞ്ഞത്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല കേട്ടോ വീട്ടിന്റെ അകത്ത് ആ കൊച്ചിന്റെ മേലെ അത്ഭുതം നടക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ആ ദൈവപ്രവൃത്തി നടക്കുന്നത്. ദൈവപ്രവൃത്തി നടക്കുന്നത് ഒരു മിറക്കിളായിട്ട് നിങ്ങൾക്ക് തോന്നിയാലോ, അതിലൂടെ അവന്റെ മനസ്സിനെ ഒരു റെപ്പന്റൻസിന്റെ, മാനസാന്തരത്തിന്റെ മോഡിലോട്ട് കൊണ്ടുവന്ന് ഇതുവരെ കാണാത്തത് പോലെ അവൻ കാൽക്കൽ വന്ന് വീണ് കിടക്കുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മാവ് ശക്തിയോടെ വിളിച്ചു പറയുകയോ. നിങ്ങൾ പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ബാബു പാസ്റ്റർ ഒന്ന് വീട്ടിൽ വന്നെങ്കിൽ, ഏതെങ്കിലും ഒരു അസോസിയേറ്റ് പാസ്റ്റർ ഒന്ന് വീട്ടിൽ വന്നെങ്കിൽ, ഒരു ഗസ്റ്റ് പാസ്റ്റർ ഒന്ന് വീട്ടിൽ വന്നെങ്കിൽ, ആ പ്രവാചകൻ ഒന്ന് കൈവച്ചെങ്കിൽ, അവനെ മാനസാന്തരത്തിന്റെ ദൂതൊന്ന് പറഞ്ഞു കൊടുത്തെങ്കിൽ, അല്ല, ഒരു വീട്ടിലും കാണാത്ത ദൈവപ്രവൃത്തിയിലൂടെ അവർ രക്ഷയിലേക്ക് കടന്നു വരുന്നതെന്ന്. Praise to Jesus. Praise to Jesus. Praise to Jesus. പടക് നിറഞ്ഞതിന്റെ പേരിൽ പാപബോധം വന്ന മനുഷ്യൻ.
ആമേ ആമേ. ഓർത്തോണം, ചില പടകിനെ നിറയ്ക്കുന്നത് മുമ്പിൽ വന്ന ഏതെങ്കിലും പ്രോസ്പിരിറ്റിയുടെ ഒരു സാക്ഷ്യം പറഞ്ഞ് അതിനെ ഒതുക്കാനല്ല, അത് ചില മാനസാന്തരത്തിന്റെ വഴികളെ തെളിക്കുകയാണെന്ന് ആത്മാവ് ദൂത് പറയാൻ പറയുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഇതിന്റെ അവസാനം, അതായത് ഏറ്റവും ലാസ്റ്റ് ഒരു മണി, ഒരു 12:45 സമയം നമ്മൾ ഇതിനു വേണ്ടി വേർതിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര നിയോഗമുണ്ട്. എങ്കിലും തന്നിരിക്കുന്ന ടീമിനോട് ഒരു കൂറ് പാലിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇപ്പം ഇങ്ങനെ പോവുകയാണേ. ആമേ. ശക്തമായ ഒരു പ്രവാചക അഭിഷേകം ഈ ആലയത്തിന്റെ അകത്ത് വ്യാപരിക്കപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ഓടുന്നുണ്ടെങ്കിൽ ഈ ആഫ്റ്റർനൂൺ സ്റ്റേജിൽ ഓടണം. Praise to Jesus. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഓടി 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 അധ്വാനിച്ച് ലോണടച്ച് സിസിയടച്ച് അതടച്ച് ഇതടച്ച് ഈ 25 വർഷം തീർക്കരുത്. 50 വയസ്സ് വരെയുള്ളത് ഏറ്റവും ഗോൾഡൻ സ്റ്റേജാണ്. സ്പിരിറ്റിൽ ഏറ്റവും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റേജാണ്. ഏറ്റവും വിലപിടിപ്പുള്ള സ്റ്റേജാണ്. ബ്രൈറ്റസ്റ്റ് സ്റ്റേജാണ്. എവിടെയൊക്കെ ഈ വചനവുമായി പോകാൻ പറ്റുമോ അവിടെയൊക്കെ നിങ്ങൾ ഈ വചനവുമായി പോകണം. അടുത്ത മൂന്നാമത്തെ സ്റ്റേജ് ഏതാ? 50 മുതൽ 75 വയസ്സ് വരെയുള്ള സ്റ്റേജ്. ഈ സ്റ്റേജിന് എന്താ പറയണേ? കറക്റ്റ്. കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ബാക്കി പറയുന്നു. ഈവനിങ് സ്റ്റേജ് എന്തോ സായാഹ്ന സമയം അല്ലേ? സായാഹ്ന സമയം. എന്നാ ചെയ്യണം സുസ്ര? ഞങ്ങൾ ഈ സ്റ്റേജിൽ ഞങ്ങൾ 50 വയസ്സൊരു ഓടിയില്ലേ, ഇനി ഞങ്ങൾ കുറച്ച് കൊട്ടൻ ചുക്കാതി തൈലമൊക്കെ ഇട്ടിട്ട് ഒരു കപ്പ് ചായയൊക്കെ കുടിച്ച് ഇത്തിരി സിറ്റോട്ടി കാല് നീട്ടിയിരിക്കുന്നതിനകത്ത് വിരോധമുണ്ടോ? എനിക്ക് വിരോധമില്ല, പക്ഷെ ദൈവത്തിന് വിരോധമുണ്ട്. എനിക്കൊരു വിരോധവും ഇല്ല. നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്തോളാനേ ഞാൻ പറയത്തുള്ളൂ, പക്ഷെ ദൈവത്തിന് വിരോധമുണ്ട്. ദൈവം പറയാ, ഈ ഏജിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒത്തിരി ഓടാൻ പറ്റത്തില്ലായിരിക്കും. ഓടുന്നവരുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ നോർമലി ഉള്ളൊരു കഥ, നമുക്ക് അന്ന് ഞാൻ പറഞ്ഞ, നമുക്ക് 40 വയസ്സാകുമ്പോഴേ നടുവേദന തുടങ്ങും. അപ്പൊ പിന്നെ 50 വയസ്സ് കഴിഞ്ഞുള്ള കാര്യം പറയണ്ട. നമ്മൾ വിചാരിച്ചാലും നമുക്കങ്ങനെ ഓടി നടന്നങ്ങ് ഈ സെക്കൻഡ് സ്റ്റേജ് ചെയ്തതുപോലെ ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ ഈ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ നിജപുത്രന്മാരെയും നിജപുത്രിമാരെയും ജനിപ്പിക്കാൻ പറ്റിയ ഏജ് ഏതാണെന്ന് ചോദിച്ചാൽ ഈവനിങ് സ്റ്റേജാണ്. നിങ്ങൾ നിങ്ങളുടെ നല്ല പ്രായത്തിൽ, നിങ്ങളുടെ രക്തത്തിൽ നിങ്ങൾ പിള്ളേരെ ജനിപ്പിച്ചില്ലേ? നല്ല പ്രായത്തിൽ നിങ്ങൾ കല്യാണം കഴിച്ചില്ലേ? ലോകക്കാർ പറയുമല്ലോ, എടാ മോനെ കെട്ടുന്നെങ്കിൽ 30-ാമത്തെ വയസ്സിൽ കെട്ട്, വീട് വെക്കുന്നെങ്കിൽ. നമ്മൾ അതെല്ലാം ചെയ്തില്ലേ? ഇനി സ്പിരിച്വൽ സൺസ് ആൻഡ് ഡോട്ടേഴ്സിന് ജന്മം കൊടുക്കാൻ പറ്റിയ പ്രായം ഈ പ്രായം. കാരണം നിങ്ങൾ അത്യാവശ്യം അനുഭവമായി നിങ്ങൾക്ക്. ആമേ. നിങ്ങൾക്ക് അത്യാവശ്യം പകർന്നു കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എന്നെ കൊണ്ട് പരിശുദ്ധ ആത്മാവ് ആവർത്തിച്ച് പറയിപ്പിക്കുന്ന ഒരു ദൂതാണ്. പല ദൈവദാസന്മാർ, ദൈവവേല ചെയ്യുന്നവർ, ദൈവ മക്കൾ വരുമ്പോൾ കർത്താവ് എൻ്റെ നാവിനകത്ത് ആവർത്തിച്ച് തരുന്ന ഒരു പദമാണ്, പലരുടെയും സ്പിരിച്വൽ മെന്റർ ആകും എന്നുള്ളൊരു പദം. ഒത്തിരി പേരോട് ഞാൻ ആ വേർഡ് ദൂതായി പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം ഞാൻ അവരുടെ ഏജ് ശ്രദ്ധിക്കാറുണ്ട്. ഈ ഒരു ഏജിലുള്ള ഇവരോട് കർത്താവ് ഒത്തിരി ആ ദൂത് പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് ഓടി നടന്ന് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലെങ്കിലും ചിലരുടെ തലമേൽ കൈവച്ച് ബ്ലസ് ചെയ്ത് പുറപ്പെടുവിക്കാൻ വേണ്ടി ചിലരെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരുന്ന ഏജ്. നിങ്ങൾ എങ്ങോട്ട് ഓടി നടന്നില്ലേലും അപ്രതീക്ഷിതമായി ചിലർ നമ്മുടെ വീട്ടിൽ വന്ന് കയറും. ആമേ. ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിക്കും, ഞങ്ങളെ ഒന്ന് ബ്ലസ് ചെയ്യാവോ എന്ന് ചോദിക്കും, ചില അനുഭവങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ധൈര്യപ്പെടുത്താവോ എന്ന് ചോദിക്കും. ഓർത്തോണം, അയ്യോ ഞങ്ങൾക്ക് അതിനൊന്നും അറിയത്തില്ല, ഞങ്ങൾ ശുശ്രൂഷകരല്ല. ഹലോ, നിങ്ങളെ കുറിച്ച് ഈ ഈവനിങ് സ്റ്റേജിൽ ദൈവം കണ്ടിരിക്കുന്നത്. പൗലോസ് പറയാ, എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരം ജ്വലിച്ചുവല്ലോ.
Praise to Jesus. Praise to Jesus. Hallelujah. Amen. Amen. എന്നോട് ഇതിനകത്ത് കയറുമ്പോ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെയാ പറയുന്നേ, ഈ സമയം എവിടെയെങ്കിലുമൊക്കെ ആമേസ്തോത്ര ഒതുങ്ങിക്കൂടി ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ അകത്ത് അങ്ങനെ ഒതുങ്ങിയിരിക്കാൻ പ്രമാണമില്ല. നിങ്ങൾ ചിലത് പകരേണ്ട സമയമാണ്, നിങ്ങൾ ചിലരെ ബ്ലസ് ചെയ്യേണ്ട സമയമാണ്, നിങ്ങൾ ചിലരെ പുറപ്പെടുവിക്കേണ്ട സമയമാണ്, നിങ്ങൾ ചിലരെ അഭിഷേകം ചെയ്ത് അടുത്ത സ്ഥാനത്തിലേക്ക് കയറ്റേണ്ട സമയമാണ്, നിങ്ങൾ ചിലരെ വേലസ്ഥലത്താക്കേണ്ട സമയമാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വീട്ടിന്റെ അകത്തുള്ള നിങ്ങളുടെ കൊച്ചുമക്കൾക്കെങ്കിലും വചനം പറഞ്ഞു കൊടുക്കേണ്ട സമയം ഇതാകുന്നു. ദൈവമക്കളെ, പ്രാപിക്കുന്ന അനുസരിച്ച് പകരാൻ കഴിയണം കേട്ടോ, അല്ലേ? എൻ്റെ 50 വർഷം ഇരുന്ന് ഫേസിറ്റി ചർച്ച എപ്പോഴും ഉപവാസ പ്രാർത്ഥന നടക്കുന്ന ചർച്ചയാണെന്ന് എനിക്കറിയാം. ഈ കാലഘട്ടത്തിൽ ശക്തമായി ഉപയോഗിക്കുന്ന ദൈവദാസന്മാരെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുന്ന ചർച്ചാന്ന് എനിക്കറിയാം. സിസിയാൻറ്റി പറയാറുണ്ടെന്ന് വെച്ചാൽ ഈ മൊത്തം സ്റ്റോറി ഒന്നും പറഞ്ഞു തന്നിട്ടില്ല, നിങ്ങൾ ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഹല്ലേലൂയ. അങ്ങനെയല്ല, ഈ മീറ്റിംഗ് കഴിഞ്ഞാലും സിസിയാൻറ്റി പറഞ്ഞില്ലെങ്കിലും നമുക്ക് ഊഹിക്കാലോ, പ്രാർത്ഥിക്കാൻ വന്ന് നിൽക്കല്ലേ ദൈവദാസന്മാരുടെ മുമ്പിൽ? നിൽക്കുമല്ലേ? നിൽക്കും. എന്നിട്ട് തല ഇങ്ങനെ കാണിച്ചു കൊടുക്കല്ലേ? തല ഇങ്ങനെ കാണിക്കില്ലേ? അപ്പം ദൈവദാസന്മാര് തലയിൽ ഇങ്ങനെ കൈവെക്കില്ലേ? ശരിക്കും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിൽക്കുന്ന ദൈവദാസന്മാരാണെങ്കിൽ അദ്ദേഹം കൈവെക്കുമ്പോ എന്താ സംഭവിക്കുന്നേന്നാ? ചിലത് നിങ്ങളിലേക്ക് പകരപ്പെടുകയാ. ഈ പകരപ്പെട്ടത് എവിടെയാ? നിങ്ങൾ ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ചേക്ക. ഈ ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ചത് ഇനി റിലീസ് ചെയ്യണ്ടേ? ഞാൻ മെഡിക്കൽ ഡോക്ടറല്ല, ഞാൻ മെഡിക്കൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് കേട്ടോ. ഈ ചില പേഷ്യൻസേ നമ്മുടെ അടുക്കൽ വന്ന് പറയും, ഡോക്ടറെ ഞാൻ ഇന്നലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് 5 പൊറോട്ടയും 2 ചില്ലി ചിക്കനും കഴിച്ചായിരുന്നു. ഒരു വിരോധമില്ല, കഴിച്ചോട്ടെ, നല്ല പ്രായത്തിൽ കഴിക്കട്ടെ. പൊറോട്ട കഴിക്കുന്നത് നല്ലതല്ല കേട്ടോ. പക്ഷേ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചു, വൈകുന്നേരം ഒരു 5 ഉഴുന്നുവട അകത്താക്കി, രാത്രി അത്യാവശ്യം നല്ലൊരു ഡിന്നർ കഴിച്ചു. അതേപോലെ ഓക്കെ, ഇപ്പൊ എന്താ പ്രശ്നം? അത് ഇന്ന് രാവിലെ മര്യാദയ്ക്ക് വയറ്റിന്ന് പോകുന്നില്ല, അതാ പ്രശ്നം. ഇത്രയും കഴിച്ചിട്ടോ. അപ്പൊ നമ്മള് ഡയഗ്നോസിസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുൻപ് നമ്മൾ ഇങ്ങനെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെക്കും, കേസ് ഹിസ്റ്ററിക്കകത്തൊക്കെ എഴുതി വെക്കും, കോൺസ്റ്റിപ്പേഷൻ. അതല്ലേ സംഭവം? കേട്ടിട്ടുണ്ടോ വാക്ക്? ആ വാക്ക് കേട്ടിട്ടുള്ളവർ കൈ ഉയർത്തിക്കേ. മലയാളം അറിയാലോ, ഞാൻ പറയണ്ടല്ലോ. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോയതനുസരിച്ച് ഇനി ഞാൻ തോത് പറയേണ്ടവർക്ക് ഓൾറെഡി പേടിയുണ്ട്. പ്രൈസ് ടു ജീസസ്. അതിനനുസൃതമായി പുറത്തേക്കും കൂടെ പോയാലല്ലേ ബാലൻസ് ഓടാൻ പറ്റൂ. നിങ്ങൾ ഓരോ ദൂതും റിസീവ് ചെയ്ത് കൈയടിച്ച് തലയും കൊണ്ട് വെച്ച് പ്രാപിച്ചിരിക്കുമ്പോൾ അത് പകർന്നു കൊടുത്തില്ലെങ്കിൽ അതിന്റെ പേര് സ്പിരിച്വൽ കോൺസ്റ്റിപ്പേഷൻ എന്നോ. പ്രശ്നം എന്താണെന്നറിയാമോ? ബാലൻസ്ഡ് ആകത്തില്ല. ഞാൻ പറയാം, ഗൗരവകരമായി ഞാൻ ഒരു കാര്യം പറയാം. അറിഞ്ഞ സത്യത്തിൽ തന്ന വെളിപ്പാടിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. അവിടെ ചെല്ലുമ്പോ കണക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും അധികം കണക്ക് പറയേണ്ട വിഷയമാണ് ഈ വിഷയം. ആവശ്യത്തിന് റിസീവ് ചെയ്തിട്ട് എന്താ റിലീസ് ചെയ്യാൻ എന്ന് ദൈവം ചോദിക്കും. ആമേ. പിന്നെ ചിലർക്ക് പകരാൻ ഭയങ്കര ഇഷ്ടം ആന്റി, പക്ഷെ പ്രാപിക്കാൻ ഇഷ്ടമല്ല. അതിന്റെ പേരെന്താ? ലൂസ് മോഷൻ. ആമേ.
അതായ അതിലും പ്രശ്നമാണ്, ട്രിപ്പ് ഇട്ടൊക്കെ കിടക്കേണ്ടി വരും. ആന്റി ഒരു വർഷം ഓടുവോ? ജനുവരി മീറ്റിംഗ്, ഫെബ്രുവരി മീറ്റിംഗ്, മാർച്ച് മീറ്റിംഗ്, ഏപ്രിൽ മീറ്റിംഗ്, ജൂൺ മീറ്റിംഗ്. സീസൺ ആകുമ്പോൾ ഓടട്ടെ, ദൈവം അവർക്ക് കൊടുത്ത കാലയളവിൽ ഓടട്ടെ. പക്ഷേ ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യം പറയാം. ആമേ സ്തോത്രം. നിങ്ങൾ ഓടുന്നതിനനുസരിച്ച് ആ 12 മാസത്തിൽ 11 മാസം നിങ്ങൾ ഓടിക്കോ. പക്ഷെ ഒരു മാസം പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ നിങ്ങൾ മുട്ടുമടക്കി അടുത്തത് പകരേണ്ടത് എന്താണെന്ന് പ്രാപിച്ചില്ലെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറസ്, ഭയങ്കര ഡേഞ്ചറസാ. പിന്നെ നമ്മൾ എക്സ്പീരിയൻസിൽ ഓടും, ഭയങ്കര ഡേഞ്ചറസാ. പുതിയതിനെ പ്രാപിക്കണം. അപ്പൊ 2 കാര്യം ഞാൻ പറഞ്ഞേ. പ്രാപിക്കുന്ന അനുസരിച്ച് പകരണം, പകരുന്ന അനുസരിച്ച് കിട്ടിയോ? അത് കിട്ടിയോ? എന്തെല്ലാം മറന്നാലും ഇത് മറന്നു പോവല്ലോ. ഇതൊരു ബിബ്ലിക്കൽ ലോയാ ദൈവമക്കളെ. പ്രൈസ് ടു ജീസസ്. ഇത് ഏറ്റവും അധികം നടക്കേണ്ടത് ഈവനിങ് സ്റ്റേജിലാണ്. ഇനി 4ാമത്തെ സ്റ്റേജും കൂടെ ഞാൻ പറയട്ടോ. അടുത്തത് 75 വയസ്സിന് മുകളിൽ, 75 വയസ്സ് മുതൽ 100 വയസ്സ് വരെ. ആമേ. ഈ നമ്മുടെ ക്യാമ്പിനും ഏതോ ഒരു ഏജിന്റെ കാര്യം വന്നപ്പോ ഞാൻ വേദിയിലിരിക്കുന്നവരെ, സദസ്സിലിരിക്കുന്നവരെയൊക്കെ പ്രായത്തിന്റെ കാര്യം പറഞ്ഞപ്പോ കൈ ഉയർത്തിപ്പിച്ചു. അത് ലൈവിലും പോയി. അപ്പൊ എനിക്ക് തോന്നുന്നു അവർക്കതൊരു വിഷമായോ എന്നറിയത്തില്ല. ചിലരെ ഞാൻ അതുകൊണ്ട് ഞാൻ ഇപ്പൊ കൈ ഉയർത്തിപ്പിക്കുന്നില്ല. 75 വയസ്സിന് മുകളിലുള്ള ആരാ ഞാൻ കൈ ഉയർത്തിപ്പിക്കില്ല. നിങ്ങൾ കേട്ടോണ്ടാ മതി. ഈ സ്റ്റേജിനെ പറയുന്നത് റെസ്റ്റ് സ്റ്റേജ് എന്നാ. എന്നതാ? ഡെത്ത് സ്റ്റേജ് അല്ല, റെസ്റ്റ് സ്റ്റേജ്. ഓ, ഇപ്പോഴെങ്കിലും അത് പറഞ്ഞല്ലോ സിസ്റ്ററെ. ഞങ്ങൾ എപ്പോഴാ ഈ റെസ്റ്റ് വരുന്നേ വിശ്രമം എപ്പോഴാന്ന് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന റെസ്റ്റ് അല്ല കേട്ടോ ഇത്. ആവേ, സംഭവം സത്യ. നിങ്ങൾക്ക് ബൈബിൾ വായിക്കണമെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ കണ്ണു പിടിക്കണം എന്നില്ല. അതുകൊണ്ട് നല്ല പ്രായത്തിൽ ബൈബിൾ വായിച്ചു തീർത്തോണം. നിങ്ങൾക്ക് ദൂത് കേൾക്കണമെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ ചെവി, അതുകൊണ്ട് നല്ല പ്രായത്തിലൊക്കെ കേട്ടോണം. പ്രൈസ് ടു ജീസസ്. നിങ്ങൾക്ക് ആമേ സ്തോത്ര നോർത്ത് ഇന്ത്യ വരെ പോയി ഒന്ന് ഇത്തിരി വിത്ത് വിതച്ചിട്ട് വരണമെന്ന് വെച്ചാലും നടക്കണം എന്നില്ല. പ്രൈസ് ടു ജീസസ്. പക്ഷേ ഞാൻ ഒരു കാര്യം കണ്ടിട്ടുണ്ട്. ഒത്തിരി ദൈവമക്കൾ, ആമേൻ സ്തോത്ര, ഹല്ലേലൂയ, ഒരു 85, 90, 95 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കിടക്കയിൽ, ആമേൻ സ്തോത്ര, കുറെ പേരാകും 100 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കിടക്കയിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ദൈവ സാന്നിധ്യത്തെ വ്യക്തിപരമായി അനുഭവിക്കാൻ പറ്റിയ ആമേൻ സ്തോത്ര ഒരു സമയം ഏതാണെന്ന് ചോദിച്ചാൽ അവര് പറയും ഈ കിടക്കയിൽ കിടക്കുന്ന സമയത്ത്. അപ്പൊ നിങ്ങൾ വിചാരിക്കില്ലേ ഓടുന്ന സമയത്ത് ദൈവസാന്നിധ്യ അനുഭവം? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ വിചാരിക്കും അയ്യോ പാപം, തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞു, ഹല്ലേലൂയ സ്തോത്ര, രോഗങ്ങൾ കൊണ്ട്, അനാരോഗ്യങ്ങൾ കൊണ്ട് അവരുടെ ശരീരമൊക്കെ, ചിലരൊക്കെ വാട്ടർ ബെഡിലാണ് കിടത്തിയിരിക്കുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയാം. ആരും അറിയാത്തതുപോലെ, ലോകം കേൾക്കാത്തതുപോലെ ദൈവം അവരോട് ശക്തമായി അവരുടെ ഉള്ളങ്ങളിൽ സംസാരിക്കുന്ന ഒരു സ്റ്റേജ് റെസ്റ്റ് സ്റ്റേജാണ്. ഡൽഹിയിലെ ഒരു അഭിഷക്ത ദാസനുണ്ട്, പാസ്റ്റർ കെ ജോയ്. നിങ്ങളിൽ പലർക്കെങ്കിലും അറിയായിരിക്കും പാസ്റ്റർ കെ ജോയ്. അദ്ദേഹത്തിന്റെ കുടുംബമായിട്ട് എനിക്ക് അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. അവരുടെ ഫാമിലി എല്ലാം US-ലാണ്. 2022 മുതൽ എല്ലാ വർഷവും ആമേൻ സ്തോത്ര ഹല്ലേലൂയ US-ല് ഹല്ലേലൂയ നിരന്തര ശുശ്രൂഷകൾക്കുള്ള അവസരം പരിശുദ്ധ ആത്മാവ് എനിക്കിങ്ങനെ ആമേൻ സ്തോത്ര തുറക്കുന്നത് കൊണ്ട് ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ US-ല് ഇങ്ങനെ വിസിറ്റ് ചെയ്യുമ്പോൾ ആ കുടുംബത്തിൽ ഞാൻ പോകാൻ മറക്കത്തില്ല, ആ വീട്ടിൽ ഞാൻ പോകാൻ മറത്തില്ല. കാരണം അവിടെ ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിക്ക് 101 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ വർഷം മരിച്ചു പോയത്, 101 വയസ്സ്. ഈ അമ്മച്ചിക്ക് ഒട്ടും ചെവി കേൾക്കത്തില്ല. ഈ പറയുന്ന വാട്ടർ ബെഡിലൊക്കെ കിടത്തിയിരിക്കുന്നത്, ഭയങ്കര ഇങ്ങനെ ചുക്കിച്ചുളി ഇങ്ങനെ ചുരുണ്ട് കൂടിയാ കിടക്കുന്നത്. പക്ഷെ അമ്മച്ചിയുടെ ചെവിയിലോട്ട് പോയി നമ്മൾ ഇങ്ങനെ ഉറക്കെ അമ്മച്ചി അമ്മച്ചി എന്ന് വിളിച്ച തിരിച്ചു വരുന്ന 2 വാക്ക. ഒന്ന് ഹല്ലേലൂയ, 2 സ്തോത്രം. അമ്മച്ചിക്ക് അമ്മച്ചിയുടെ പേര് ഓർമ്മയില്ല,
ഈ മക്കളുമാരുടെ ആരുടെയും പേര് ഓർമ്മയില്ല, എവിടെ ഏത് മോന്റെ വീട്ടിലാ കിടക്കുന്നതെന്ന് ഓർമ്മയില്ല, ഇവൻ ഏത് രാജ്യത്തെ അമ്മച്ചി ഉള്ളതെന്ന് പോലും അമ്മച്ചിക്ക് ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ല. പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയ ശബ്ദം കേട്ടാ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നേ ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഞാൻ ആ ദേവദാസന്മാരോട് പറയാറുണ്ട്, ഒന്നും ഓർമ്മയില്ലെങ്കിലും ഈ 2 വാക്ക് ഓർത്തിരിക്കുന്നത് ഒരു അത്ഭുതമല്ലേ? ആണോ അല്ലേ? അന്നേരം ആ കർത്തൃദാസന്മാര് പറയാറുണ്ട്, അതേനു സിസ്റ്ററെ, ഞങ്ങളുടെ അമ്മയെ ജീവനോടിരുന്നപ്പോ ദൈവത്തിനു വേണ്ടി ഒത്തിരി ഓടിയ ഒരു സ്ത്രീയാ. ഇപ്പൊ അവർക്ക് ഓടാൻ പറ്റാത്തത് കൊണ്ട് ദൈവം അവര് കിടക്കുന്നിടത്തേക്ക് ഇറങ്ങി വരിക. നിങ്ങൾ കേട്ടോ അത്? കേട്ടോ അത്? കേട്ടോ അത്? ആയുസ്സുള്ളപ്പോ, നല്ല ആമേസ്തോത്ര പവർ ശരീരത്തിനകത്തുള്ളപ്പോ ദൈവത്തിനു വേണ്ടി നിങ്ങൾ ഓടിയാൽ നിങ്ങൾക്ക് ഓടാൻ പറ്റാത്തപ്പോ, നിങ്ങളുടെ റെസ്റ്റേജിൽ നിങ്ങൾക്ക് ആലയത്തിൽ വരാൻ പറ്റാതാകുമ്പോ ദൈവ ദൂതന്മാരുമായി നിങ്ങളുടെ മുറികളെ വിസിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എത്ര പേർ അതിന് കരമുയർത്തി ഒരാമേൻ? Praise to Jesus. Praise to Jesus. ഞായറാഴ്ച ഇപ്പൊ ആലയത്തിൽ പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ദൈവം സന്നാഹങ്ങളുമായി അങ്ങോട്ട് ചെല്ലുക. ആമേൻ, ആമേൻ, ആമേൻ. ഈ 4 സ്റ്റേജും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിനകത്ത് ഒരു സ്റ്റേജിൽ പോലും നിങ്ങൾക്ക് വിശ്രമിക്കാനില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകലും നമ്മൾ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് കടക്കുമ്പോഴേ പരിശുദ്ധ ആത്മാവ്, ഞാനൊരു ചലഞ്ച് പോലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം നിങ്ങളടുത്ത്. ഈ 4 സ്റ്റേജിൽ കർത്താവേ, ഈ സ്റ്റേജ് ഓൾറെഡി ഞങ്ങൾക്ക് കഴിഞ്ഞു പോയി, പക്ഷെ ഈ പറഞ്ഞ പോലൊന്നും പ്രയോജനപ്പെടാനോ ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കാനോ പകർന്നു കൊടുക്കാനോ ഓടാനോ ദൈവത്തെ വേണ്ടതുപോലെ ഒരു എൻകൗണ്ടർ ലഭിക്കാനോ ഒന്നും പറ്റിയില്ല. പക്ഷേ ഒരവസരവും കൂടെ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ആമേൻ സ്തോത്രം, നിങ്ങളുടെ കഴിഞ്ഞുപോയ 25 വർഷത്തെ തിരികെ തരാൻ എനിക്ക് പറ്റത്തില്ല, പക്ഷേ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളെ മടക്കി തരുന്ന ഒരുവന്റെ കരം. കമോൺ. നഷ്ടപ്പെട്ടു പോയ സമയങ്ങളെ, നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളെ, നഷ്ടപ്പെട്ടു പോയ മണിക്കൂറുകളെ മടക്കി തരുവാൻ തക്കവണ്ണം ഞാൻ ഇത് പറയുമ്പോ തന്നെ ഈ ആലയത്തിന്റെ അകത്ത് വെച്ച് പരിശുദ്ധ ആത്മാവ് പറയാ, ടൈമിനകത്തൊരു ഭയങ്കര റിസ്റ്റോറേഷൻ നടക്കാൻ പോകുന്നു. Praise to Jesus. ടൈമിൽ ഒരു ഭയങ്കര റിസ്റ്റോറേഷൻ. ഏതെങ്കിലും തലമുറകളിൽ മുറിക്കകത്തു കയറി വാതിലടച്ച് ഒരു സമയം വരെ അവൻ നന്നായിട്ട് പോയവനാ, പക്ഷെ പെട്ടെന്നൊരു പ്രായമെത്തിയപ്പോൾ ഒതുങ്ങിക്കൂടി, ആരെയും കാണണ്ട, എനിക്കാരോടും മിണ്ടണ്ട എന്നൊക്കെ പറഞ്ഞ് വീടിന്റെ അകത്ത് കയറി കഥകടച്ചിരിക്കുന്നുണ്ടെങ്കിൽ സൺഡേ സ്കൂളിൽ ആക്റ്റീവായി നടന്നവർ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ, ഈ ഏജിൽ വന്നപ്പോൾ അവന്റെ മേലിട്ട വാക്തത്വങ്ങളുടെ ഔട്ട്പുട്ട് ഒന്നും കാണുന്നില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഇവിടെ ഇരുന്നവരുടെ പേര് പറഞ്ഞ് ബ്ലസ് ചെയ്യോ. ടൈമിനകത്തൊരു ഭയങ്കര റിസ്റ്റോറേഷൻ. വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സമയങ്ങൾക്ക് ദൈവാത്മാവ് പകരം തരുമെന്ന് പറഞ്ഞോ, ദൈവാത്മാവ് അത് മടക്കി തരുമെന്ന് പറഞ്ഞോ, ദൈവാത്മാവ് അത് മടക്കി തരുമെന്ന് പറഞ്ഞോ. ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. ആ ദൂത് എല്ലാരോടുമല്ല, പക്ഷെ സമയത്തെ ഓർത്ത് വിലപിക്കുന്നവരുണ്ട്. Praise to Jesus. Praise to Jesus. Praise to Jesus. Praise to Jesus. A blue shawl itta sister. പരിശുദ്ധ ആത്മാവ് പറയുക, നിന്നെ ഞാൻ കണ്ടിരിക്കുന്നത് ഒരു സാധാരണ ജീവിതം ജീവിച്ച് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു പോയി അങ്ങനെ അങ്ങ് പോകാനല്ല നിന്നെ ഞാൻ നിന്റെ കുടുംബത്തിൽ നിന്ന് വെട്ടിയെടുത്തതെന്ന് ആത്മാവ് ദൂത് പറയുക. ആമേ. നിന്റെ മേൽ കിടക്കുന്ന ദൗത്യങ്ങൾ
പദ്ധതികൾ, വാഗ്ദത്തങ്ങൾ, ദൂതുകൾ അത് ചെറുതല്ലെന്ന് നിനക്കറിയാം, പറഞ്ഞ ദൈവത്തിനും അറിയാം. ഈ ദിവസങ്ങളിൽ അതിനെ 1, 2, 3 എന്ന ക്രമത്തിൽ അക്കമിട്ട് പൂർത്തീകരിക്കുക. നിന്റെ സമർപ്പണം എനിക്ക് ഏറെ ആവശ്യം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിന്റെ പ്രായത്തെ, സമയത്തെ, സാഹചര്യത്തെ, ദിവസത്തെ, മണിക്കൂറിനെ, നാഴികയെ അധികം തക്കത്തിൽ ഉപയോഗിക്കണം. നീ ഓരോ സ്റ്റെപ്പ് എനിക്ക് വേണ്ടി എടുത്തു വച്ചാൽ ഞാൻ 10 സ്റ്റെപ്പ് നിനക്ക് വേണ്ടി അങ്ങോട്ട് എടുത്തു വെക്കുന്ന ദൈവമാണെന്ന്. Praise to Jesus. Praise to Jesus. Praise to Jesus. Praise to Jesus. സത്യമായും ഈ സഭയോട് പറയുന്നു, ഇതിനകത്തിരിക്കുന്ന എല്ലാവരും ശുശ്രൂഷകന്മാരല്ല, പുരോഹിതന്മാരല്ല. പക്ഷേ നിങ്ങളുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ഈ അവസാന ശ്വാസം അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ ഇവനെ ഞാൻ രക്ഷപ്പെടുത്തി എടുത്തതാണെന്ന് നിങ്ങളുടെ വായി തുറന്ന് പറയത്തക്ക നിലവാരത്തിനകത്ത് ഒരു സാക്ഷ്യത്തെ ദൈവാത്മാവ് തരും. ചുമ്മാ ടൈം വേസ്റ്റ് ആയി പോകത്തില്ല. പറ, ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കാൻ സഭയായി ദൈവം ഞങ്ങളെ കണ്ടുവച്ചിരിക്കുന്നെന്ന്. എന്നായിരുന്നു ആന്റി അഭിമന്യു പാസ്റ്റർ ഇവിടെ ഒന്ന് പ്രസംഗിച്ച ഏത് മാസമായിരുന്നു? ഈ വർഷമായിരുന്നോ? കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് ശുശ്രൂഷ പാസ്റ്റർ അഭിമന്യു എൻ്റെ ആങ്ങളെയാ, ഒരേ ഒരു ബ്രദർ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു പെങ്ങളാ ഞാൻ. പ്രൈസ് ലോർഡ്. ഞങ്ങൾ 2 പേരും, അന്ന് അദ്ദേഹം ഇവിടെ സാക്ഷ്യം പറഞ്ഞതാ, ഞങ്ങൾ 2 പേരും ഇന്ന് ശുശ്രൂഷയിൽ നിൽക്കുന്നതിൻ്റെ വലിയ അതാക്കിയത് സ്വർഗത്തിലെ ദൈവ. അത് കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ ഏക കാരണം ഞങ്ങളുടെ മാതാപിതാക്കളാണ്. ആമേ, ആമേ. വിശ്വാസത്തിൽ വന്നതിൻ്റെ ആവേശം, അവര് എവിടെ പോയാലും സുവിശേഷം പറയണമെന്നുള്ള അവരുടെ അകത്തെ കത്തൽ ഒന്നും അറിയാതിരിക്കുമ്പോഴും യൗവനപ്രായക്കാരായ ഞങ്ങൾ 2 കുഞ്ഞുങ്ങളെ അവരിടത്തും വലത്തും എവിടെ പോയാലും കൊണ്ടു. എന്നിട്ട് ഈ കൊല്ലം SN കോളേജിന്റെ ഒക്കെ ഫ്രണ്ടിൽ നിൽക്കുമ്പം, ട്രിവാൻഡ്രത്ത് പോകുമ്പോ വലിയ കോളേജിന്റെ ഒക്കെ ഫ്രണ്ടിൽ നിൽക്കുമ്പം അച്ഛൻ ബാഗിൽ നിന്ന് ഒരു കൂട്ടം ട്രാക്ട് എടുത്ത് എൻ്റെ കയ്യിലും അബിയുടെ കയ്യിലും കൊടുത്തിട്ട് പറയും, കൊണ്ട് നടന്ന ചേട്ടന്മാർക്കൊക്കെ കൊടുക്കുക കേട്ടോ. ആ സമയത്ത് ഞാൻ അച്ഛനെ എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി വഴുക്ക് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ദൈവമേ, ഇങ്ങനെ നാണം കെടുത്തണോ മനുഷ്യനെ? സുവിശേഷം പറയണമെങ്കിൽ അച്ഛന് പോയൊക്കെ പറഞ്ഞാൽ പോരെ. നമ്മളാ പ്രായം കുറേയും കൂടെ യൗവന പ്രായമല്ലേ. അപ്പൊ ഞാൻ പറയും, എന്തിനാണ് അച്ഛാ എനിക്ക്? അന്നേരം അച്ഛൻ പറയും, നോ, വളരുന്നെങ്കിൽ സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ലാത്തവരായ എൻ്റെ മക്കൾ വളർന്നാൽ മതി എന്ന് പറയും. പക്ഷേ അന്ന് അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്തോണ്ടാ അങ്കളെ ഇന്നും യേശുവിനെ കുറിച്ച് പറയാൻ ലജ്ജയില്ലാത്തത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഞങ്ങൾ വണ്ടി വന്നപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മുടെ ഈ സോ കോൾ മെഗാ കോൺഫറൻസുകൾ, മെഗാ വേദികൾ, മെഗാ ചർച്ചകൾ എന്ന് പറയുന്നിടത്തെല്ലാം പോയി പ്രസംഗിക്കാൻ ദൈവം അവസരം തന്നു. എല്ലായിടങ്ങളിലും, ഒരുവിധപ്പെട്ട എല്ലായിടങ്ങളും കവർ ചെയ്തു. ഈ ഏജിനുള്ളിൽ എനിക്കിപ്പോൾ 35 വയസ്സാണ്. ഞാനിപ്പോൾ 2nd സ്റ്റേജിലാണ് കേട്ടോ. ഏതാ? നമ്മുടെ ആഫ്റ്റർനൂൺ സ്റ്റേജിലാണേ. അതുകൊണ്ട് ഓടി നടക്കാനൊക്കെ കർത്താവ് അത്യാവശ്യം ഭാഗ്യം തന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇന്ന് നാട്ടിൽ വരുമ്പോൾ എത്ര വേദി കിട്ടിയാലും എനിക്കൊരു പരസ്യയോഗം ചെയ്തില്ലേ സമാധാനമില്ല. അതിങ്ങനെ പുകഴ്ത്തി പറയല്ല, അന്ന് ഇങ്ങോട്ട് പകർന്നു തന്നതാണ് ഇന്നും ക്യാരി ചെയ്യുന്നത്. ഇനി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ പിള്ളേരുടെ മേലും, അവര് ജർമ്മൻ കൾച്ചറില, അവരതിൻ്റെ നടുവില, അതിൻ്റെ ഒത്ത നടുക്ക് അവർ വളരുന്നെങ്കിലോ കൾച്ചർ അവരെ പിടിക്കുകയല്ല, അവരുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം രാജ്യത്തിലേക്ക് പകരണം. നിങ്ങൾ വിചാരിക്കല്ലോ ഒരാവേശത്തിൽ പറയാണെന്ന്. അല്ല, വ്യക്തമായ റെവലേഷനോടുകൂടിയ. കാരണം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്,
പദവിയോ പണമോ വീടോ സമ്പാദ്യമോ കുടുംബമോ ഇതൊന്നുമല്ല. ഇതിനേക്കാൾ വലിയ അസറ്റ് തലമേൽ പകരപ്പെട്ട അഭിഷേകമാണ്. അത് പകർന്നു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ പകർന്നു കൊടുക്കുന്നോണ്ടുള്ള ഗുണം എന്തുവാ അതും കൂടെ ചിന്തിച്ചിട്ട് സ്തോത്രം. ഇത് ഇൻട്രൊഡക്ഷൻ മാത്രം കേട്ടോ. നമ്മൾ ഇതിന്റെ ഡെപ്തിലോട്ട് ഇനി കയറാൻ പോവാ. ഇനി ശരിക്കും പാസ്റ്റർ എനിക്ക് തന്ന ടോപ്പിക്കിന്റെ ഡെപ്തിലോട്ടാണ് നമ്മൾ അടുത്ത സെഷനിൽ കയറുന്നത്. ഇതിന്റെ ഗുണം എന്തുവാന്നും കൂടെ ഞാനൊന്ന് പറയാം. എന്തിനാ നമ്മളിങ്ങനെ പകർന്നു കൊടുക്കുന്നത്? നോക്ക്, എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഈ ദിവസങ്ങളിൽ വായിക്കുമ്പോൾ പ്രാർത്ഥനാമുറി പരിശുദ്ധാത്മാവ് തരുന്ന ഒരു വേദഭാഗമാണ്. ഒരുത്തൻ അർത്ഥപുരാണനായി വഴിയരികെ കിടക്കുക. 3 പേരാ വന്നേ. ആരൊക്കെയാ 3 പേര്? ഓർഡറിന് പറയണം. ആദ്യം കയറി ലേവ്യ, അങ്ങനെ പറയല്ലോ. പുരോഹിതൻ, ലേവ്യ, ശമരിയാക്കാരൻ. പുരോഹിതൻ വന്നു, ഓൾറെഡി അർത്ഥപ്രാണനായിട്ടാ കിടക്കുന്നേ. വന്നു, നോക്കി, പോയി. മാറിക്കടന്നു പോയെന്നൊക്കെയാ. മാറിക്കടന്നു പോയി. കാരണം ഇവന്റെ കുടുംബത്തിൽപ്പെട്ട ആരും അല്ലല്ലോ. കുടുംബത്തിൽ വന്നാലല്ലേ വേദന വരുള്ളൂ. വേറൊരുത്തന്റെ കുടുംബത്തിലുള്ള ഒരു അർത്ഥപ്രാണനായി കിടന്നാൽ നമുക്കെന്നതാ. പ്രൈസ് ടു ജീസസ്. രണ്ടാമത്തെ ലേവ്യൻ, പുള്ളിയും വന്നു. നീ എന്തെങ്കിലുമൊക്കെ കൗണ്ടർ പറഞ്ഞോന്ന് അറിയത്തില്ല, പറഞ്ഞു പോയി. പക്ഷെ ശമരിയക്കാരൻ വന്നെന്ന് മാത്രമല്ല, നോക്കിയെന്ന് മാത്രമല്ല, ചുമ്മാ പൈസ കൊടുത്തിട്ട് പോയെന്നല്ല, കയ്യിലുണ്ടായത് പകർന്നു കൊടുത്തു. സത്യമാണോ അല്ലേ? കയ്യിൽ എന്തായിരുന്നു ഉള്ളത്? എണ്ണയും വീഞ്ഞും. ഉള്ളത് കൊടുത്തു. കൊടുത്തതിന്റെ റിസൾട്ട് എന്താണെന്നറിയാമോ? അവൻ രക്ഷ. ആ വാക്ക് പറ. അർത്ഥപ്രാണനായി കിടക്കുന്നവൻ അടുത്ത വീട്ടിലെയാണെങ്കിലും അത് എന്റെ വിഷയമല്ല എന്നുള്ളതല്ല. നിങ്ങളാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ പകരാൻ ബാധ്യസ്ഥരാണ്. കൂട്ടു സഹോദരന്റെ വീട്ടിലെ തലമുറയാണെങ്കിലോ അവൻ രക്ഷപ്പെടാൻ ദൈവം എന്നെയാ മുഖാന്തരമായി ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ ദൈവം അത് കാണിക്കും. കാണിച്ചാൽ ഒരു വാക്കെങ്കിലും പറയാതെ, അവന് വേണ്ടി ഒരു വാക്കെങ്കിലും പ്രാർത്ഥിക്കാതെ എല്ലാം ശരിയാകൂടാ മക്കളെ, ദൈവം കൂടെയുണ്ട്, നമ്മുടെ ദൈവം സത്യ ദൈവം, നീ വിശ്വസിക്കുന്നു പറയാതെ നിങ്ങൾ മാറിപ്പോകരുത് കേട്ടോ. മാറിപ്പോയാൽ റിസൾട്ട് രക്ഷ നഷ്ടപ്പെടും. ആ രക്തം ആരോടാ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ കണ്ട നിങ്ങളോടാ ചോദിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇവിടെ കയറുമ്പോ തൊട്ട് ആത്മാവ് എന്നോട് പറയാ, സുവിശേഷത്തെക്കുറിച്ച് ശക്തമായ ഒരു ആത്മഭാരം ഓൾറെഡി ചർച്ചിനകത്തുണ്ട്. പക്ഷെ അത് അടുത്ത ദിവസങ്ങളിൽ കത്തി ജ്വലിക്കണം. രോഗസൗഖ്യം ദൈവം തരും. ഫിനാൻഷ്യൽ ക്രൈസിസ് ദൈവം മാറ്റും. പിള്ളേരുടെ കല്യാണം മാറ്റും. ജനറേഷണൽ കേഴ്സസ് മാറ്റും. കെട്ടിയിട്ടതുപോലത്തെ അനുഭവം മാറ്റും. പക്ഷേ സുവിശേഷത്തെക്കുറിച്ച് ശക്തമായ ഒരു ആത്മഭാരത്തോടെ നിങ്ങളിൽ ചിലരെടുത്ത് ഉടമ്പടിയല്ലേ അത്? സത്യം പറ. ഞാൻ ലൈവായിട്ട് കേൾക്കാം. നിങ്ങളിൽ ചിലരെടുത്ത ഉടമ്പടിയോ? എനിക്ക് വേണ്ടി ദൈവം ഇത് ചെയ്താ ഞാൻ ഇന്നത് അങ്ങയോട് ചെയ്താന്ന് നിങ്ങൾ കോൺട്രാക്ട് സൈൻ ചെയ്തത്. Praise to Jesus. Praise to Jesus. അതിനുള്ള സമയമാണെന്ന് പരിശുദ്ധാത്മാവ് പറയുക. അതിനുവേണ്ടി സ്റ്റെപ്പ് ഇൻ ചെയ്യ. ബാക്കി ഡിസോർഡറായി കിടക്കുന്ന സകല മേഖലകളെയോ ഞാൻ ഓർഡറാക്കുമെന്ന് ആത്മാവ് ദൂത് പറയുകയോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്ത സെഷനിലേക്ക് വേണ്ടി ഞാൻ ആ ഒരു വാക്യത്തെ ഒന്ന് വായിച്ച് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു.
ആഗ്രഹിക്കുകയാണ്. ആ വാക്യം നിങ്ങൾ എടുത്തു വായിച്ചേ. തിമത്യോസിന് എഴുതിയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ 2-ാം ലേഖനം 1-ാം അധ്യായം. തിമത്യോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം വേഗത്തിൽ വായിച്ചേ. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. മോനെ 3-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചു തരാമോ? എന്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ച് നിന്നെ കണ്ണുനീർ ഓർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ വാഞ്ചിച്ചും കൊണ്ട് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ഇവിടെ 2-3 വ്യക്തികൾ 4 വ്യക്തികളെ കാണിക്കുന്ന 4 വ്യക്തികളെ പേരാരൊക്കെയാ? പൗലോസ്, തിമത്യോസ്, ലോവിസ്, യുനീക്ക. ഒന്ന് പറയാമോ? പൗലോസ്, തിമത്യോസ്, ലോവിസ്, യുനീക്ക. ലോവിസിൽ നിന്നും യുനീക്കയിൽ നിന്നും തിമത്യോസിന്റെ മേൽ കൈമാറിയത് നിർവ്യാജ വിശ്വാസമാണെങ്കിൽ, ക്രിസ്തുവെന്ന വെളിപ്പാടാണെങ്കിൽ, കണ്ണുനീരിന്റെ അഭിഷേകമാണെങ്കിൽ, പൗലോസ് എന്ന അഭിഷക്തനിൽ നിന്ന് തിമത്യോസിന്റെ മേൽ കൈമാറ്റം ചെയ്യപ്പെട്ടത് കൃപാവരമാണ്. അപ്പം ആർക്കൊക്കെ പകരാം? ആർക്കൊക്കെ പകരാം? എന്നെ നോക്കിയിരിക്കുന്നു, ആ വാക്യത്തിൽ നോക്കി പറ. മാതാപിതാക്കൾക്ക്, കർത്താവിനെ അറിഞ്ഞവരാണെങ്കിൽ മാതാപിതാക്കൾക്ക്. നിങ്ങളുടെ ഇരിപ്പ് കണ്ട സോറി, ഞങ്ങൾ ഓൾറെഡി കുറച്ച് ഷുഗറും പ്രഷറും പകർന്നിട്ടുണ്ട്, അത് മതി എന്ന് പറഞ്ഞിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. വി ആർ സോ സോറി സിസ്റ്റർ, ഞങ്ങൾ ഓൾറെഡി അങ്ങനത്തെ പാരമ്പര്യ രോഗങ്ങളെ ഞങ്ങൾ ഓൾറെഡി പകർന്നിട്ടുണ്ട്. അതാണോ പകർന്നത്? അത് പകർന്നാലും ഇവിടെ വെച്ച് ക്യാൻസൽ ചെയ്തോണം കേട്ടോ. ക്യാൻസൽ ചെയ്തോണം. അതിലൊക്കെ നമ്മൾ വരും. ഈ സെഷന്റെ അവസാനം നമ്മൾ വരും. അതൊക്കെ ഓൾറെഡി കർത്താവ് സംസാരിച്ചു. ഈ സെഷന്റെ അവസാനത്തൊക്കെ നമ്മൾ വന്ന് ആമേസ്തോത്രം ഈ സെമിനാറിനെ നമുക്ക് ലാസ്റ്റ് ഒരു ഡെലിവറൻസ് മീറ്റിംഗ് ആയിട്ട് മാറ്റി അങ്ങ് തീർക്കണം. പ്രൈസ് ടു ജീസസ്, ഹല്ലേലൂയ, സ്തോത്രം. മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായി നിങ്ങളുടെ തലമുറയുടെ മേൽ കൈവെക്കാം. സത്യമാണോ ആൻറ്റി? പറ. ചില മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ അവസാനം കുഞ്ഞു പിള്ളേരെയും കൊണ്ട് ലൈനായിട്ട് നിൽക്കും. സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാമോ? അപ്പം നമ്മൾ അവരുടെ സന്തോഷത്തിന് വേണ്ടി തലയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മാതാപിതാക്കളോട് പറയും, നോക്ക്, ഇതിപ്പോ ആമേസ്തോത്ര കർത്താവ് തന്ന അധികാരത്തെ ഞാൻ കൈവച്ചെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ കൈവച്ചിട്ട് ഞാൻ അങ്ങ് പോകും. പിന്നെ അടുത്ത ഗസ്റ്റ് പാസ്റ്റർ വരാൻ വേണ്ടി നോക്കി നിൽക്കല്. ജനിപ്പിച്ച അപ്പനും പ്രസവിച്ച അമ്മയും സ്വന്തം കുഞ്ഞിനെ തലയിൽ കൈവച്ച് ആമെ ബ്ലസ് ചെയ്യുന്നിടത്തോളം വേറൊരു അഭിഷേകം മറ്റൊരാൾക്കും പകരാനില്ല. ആമേ. എല്ലാ ദിവസവും അവരുടെ പേര് പറഞ്ഞ് കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് കൈവച്ച് അവരെ അനുഗ്രഹിക്കണം. പിന്നെ രാവിലെ സ്കൂളിൽ പോകാൻ നേരത്ത് നന്നാകില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ കുടുംബ പ്രാർത്ഥന അനുഗ്രഹിക്കാൻ നിൽക്കരുത്. ഒന്നും നടക്കാൻ പോകുന്നില്ല. ആമേ. കൂടെ നെഗറ്റീവ് പറഞ്ഞിട്ട് പിന്നെ പോസിറ്റീവ് മാറ്റി പറയരുത്. പറയുന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വചനാടിസ്ഥാനത്തിൽ പറഞ്ഞവരെ അനുഗ്രഹിച്ചോണം. അവരെവിടെ പോയാലും അനുഗ്രഹത്തെ ക്യാരിച്ചു. ആമേ. 2, ശ്രദ്ധിച്ചു കേട്ടോണേ, ഇതൊരു വാണിംഗ് കൂടെയാണ്. ഹോളി സ്പിരിറ്റിനെ ക്യാരി ചെയ്യുന്ന അഭിഷക്തന്മാർക്ക് അവരുടെ മേൽ പകരം. പക്ഷേ കൊണ്ട് നിർത്തുമ്പം നിങ്ങൾക്കുറപ്പ് വേണം ആ ദൈവദാസൻ അല്ലെങ്കിൽ ആ ദൈവദാസി ക്യാരി ചെയ്യുന്നത് ഹോളി സ്പിരിറ്റിനെയാണെന്ന്. Praise to Jesus. അല്ലെങ്കിൽ വ്യാപരിക്കുന്നത് ഏത് സ്പിരിറ്റാണ്, പകരപ്പെടുന്ന ഏത് സ്പിരിറ്റാണെന്ന് പറയാൻ പറ്റുകയില്ല. Praise to Jesus. Praise to Jesus. Praise to Jesus. പരിശുദ്ധ ആത്മാവ് പറയുക, ഭവനത്തിന്റെ അകത്തളങ്ങൾക്കകത്തും ആലയത്തിന്റെ അകത്തളങ്ങൾക്കകത്തും പകർന്നു കിട്ടിയതിനെ സൂക്ഷിക്കുന്ന ഒരഭിഷേകവും കൂടെ ഈ പകലത്തെ സെഷനില് ആമെ പിടിച്ചോണമെന്ന് ആത്മാവ് ദൂത് പറയുക. സൂക്ഷിക്കണം.
സൂക്ഷിക്കണം. കെട്ടിയടക്കേണ്ടതിനെ കെട്ടിയടക്കണം. കാവൽ ചെയ്യേണ്ടതിനെ കാവൽ ചെയ്യണം. അടച്ചു സൂക്ഷിക്കേണ്ടതിനെ അടച്ചു സൂക്ഷിക്കണം. ഈ പിള്ളേര് ചെറിയ പിള്ളേരൊക്കെ ആകുമ്പോൾ അവർക്ക് വാക്യം പറയാനും വചനം വായിക്കാനും പാടാനും ഒക്കെ ഭയങ്കര കഴിവ് ദൈവം ചിലർക്ക് ഒത്തിരി ദൈവം കൊടുക്കും. പക്ഷെ എന്ന് കരുതി എൻ്റെ കൊച്ചിന് ഇപ്പോഴേ അതിനുള്ള കഴിവുണ്ടെന്ന് കരുതി നിങ്ങളായിട്ട് അവരെ കൊണ്ട് നടന്ന് എക്സ്പോസ് ചെയ്യരുത്. അത് എഗ്രി ചെയ്യുന്നുണ്ടോ ആൻറ്റി? ഞാൻ ഓരോന്നും ചോദിച്ചിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന്. ആമേ, നിങ്ങളായിട്ട് അവസരം ഉണ്ടാക്കാനും എനിക്കറിയത്തില്ല ആൻറ്റി. ഇങ്ങനെ ദൂത് പറയുന്നുണ്ടോ എനിക്കറിയുകയില്ല. സത്യത്തിൽ എനിക്ക് അറിയുകയില്ല. ഇതൊന്നും ഞാൻ എഴുതി വെച്ച സംഭവങ്ങളല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളായിട്ട് അവസരം ഉണ്ടാക്കാനും കൊച്ചിന് അവസരം കിട്ടിയില്ലെന്ന് പറഞ്ഞ് സ്വത്രഹാലില് അവരോട്ട് തല്ലുപിടിക്കും ഒന്നും പോകരുത്. നിങ്ങളായിട്ട് എക്സ്പോസ് ചെയ്യണ്ട. ദൈവമായിട്ട് അവനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സമയമുണ്ടെന്ന് ആത്മാവ് ദൂത് പറയുകയാണ്. കൊച്ചിന് കഴിവുണ്ടെങ്കിൽ ഇരുന്നോട്ടെ, കൃപയുണ്ട് ഇരുന്നോട്ടെ. അനോയിന്റിങ് ടൈമും അപ്പോയിന്റിങ് ടൈമും ഇത് രണ്ടും രണ്ടാ കേട്ടോ. ഇത് രണ്ടും രണ്ടാ ദൈവമക്കളെ, ഇത് രണ്ടും രണ്ടാ. ദാവീദിനെ രാജസ്ഥാനത്തേക്ക് അനോയിന്റ് ചെയ്ത് പിറ്റേന്ന് സ്ഥാനത്ത് കയറിയിരുന്നോ? പുള്ളി അഭിഷേകം ചെയ്തിട്ട് പുള്ളി പോയി. പിന്നെ എത്ര നാള് കാത്തിരുന്നിട്ടോ? ഉദരത്തിൽ വെച്ച് അനോയിന്റ് ചെയ്യപ്പെട്ടു എന്നുള്ള സത്യ. പക്ഷേ അവനെ അപ്പോയിന്റ് ചെയ്ത് പുറം ലോകത്തിന് കാട്ടിക്കൊടുക്ക ദൈവത്തിന്റെ ഒരു സമയം വെച്ചിട്ടുണ്ട്. അതുവരെ വെയിറ്റ് ചെയ്യണം, അതുവരെ സൂക്ഷിക്കണം, അതുവരെ അതിനെ കെട്ടിയടക്കണം, അതുവരെ നിങ്ങൾ രഹസ്യ പ്രാർത്ഥനയിൽ അവന് വേണ്ടി ബ്ലസ് ചെയ്യണം, അതുവരെ നിങ്ങൾ അനുഗ്രഹങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കണം, പകർന്നുകൊണ്ടിരിക്കണം. ദൈവത്തിന്റെ സമയമാകുമ്പോൾ അവൻ വന്നു നിൽക്കും. Praise to Jesus. ഇന്ന് രാത്രി അഭിഷേകം ചെയ്ത് നാളെ രാവിലെ അപ്പോയിന്റ് ചെയ്യണമെന്ന് വാശി പിടിക്കല്ലേ. ഇരമ്യാവിനെ വേർതിരിച്ചപ്പോ ദൈവം പറയാം, ഞാൻ നിന്റെ ഉദരത്തിൽ വെച്ച് അഭിഷേകം ചെയ്തു. അപ്പൊ അഭിഷേകം ചെയ്ത എപ്പോഴാ? തെരഞ്ഞെടുത്ത എപ്പോഴാ? പ്രവാചക അഭിഷേകം പകർന്ന എപ്പോഴാ? ഹീസ് എ ഇൻബോൺ പ്രൊഫറ്റ്. പക്ഷെ കയറ്റി നിർത്തിയതിന് ഒരു ഏജ് ഉണ്ടായിരുന്നു. സത്യമായ ആത്മാവ് ഇത് പറയാ. അങ്ങനെ ഭാരപ്പെടുന്ന അമ്മമാരുണ്ടോ? എൻ്റെ കുഞ്ഞിന് ഇതുവരെ, എൻ്റെ ഹസ്ബൻഡിന് ഇതുവരെ, അദ്ദേഹത്തിന് അതിനുള്ള കൃപയുണ്ടായിട്ട് ഇതുവരെ. മനുഷ്യൻ ഉണ്ടാക്കുന്നതാണോ ദൈവമക്കളെ അവസരം? അത് ടാലന്റ് ഷോയ്ക്ക്, അത് റിയാലിറ്റി ഷോയ്ക്ക്. ആമേ, ഇത് ടാലന്റ് പ്രദർശനമല്ല, ഇത് കൃപയുടെ പ്രദർശനമാണ്. മനുഷ്യൻ ഉണ്ടാക്കുന്നതല്ല, അത് ദൈവം ഉണ്ടാക്കി തരുന്നതാണെന്നുള്ള പൂർണ്ണ ബോധ്യം. ഈ സെഷന്റെ ആദ്യം പ്രാരംഭ സമയത്ത് പരിശുദ്ധാത്മാവ് പറയുക, ഈ 4 സ്റ്റേജുകൾക്കകത്ത് ദൈവത്തിന്റെ മഹത്വകരമായ ചില പ്രവർത്തികളെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കേണ്ടതിന് അതിനെ അടുത്തതിലേക്ക് പകരുവാൻ വേണ്ടി നിങ്ങൾ അതിനുവേണ്ടി റെഡിയാകണം കേട്ടോ. റെഡിയാകണം. എനിക്കൊരു ശുശ്രൂഷയുണ്ട്, അതുകൊണ്ട് ഞാൻ ഇറങ്ങി പോവാന്നല്ല. നിങ്ങൾ അതിനുവേണ്ടി ഉപവസിക്കണം. നിങ്ങൾ ആദ്യം അതിനുവേണ്ടി റെഡിയാകണം. നിങ്ങൾ അതിനുവേണ്ടി ശുദ്ധീകരിക്കണം. നിങ്ങളുടെ വീടിന്റെ അകത്തുള്ള അറ്റ്മോസ്ഫിയറിനെ ശുദ്ധീകരിക്കണം. നിങ്ങൾ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ ദൈവദാസന്മാരോട് ഉപദേശം തേടണം. അത് കഴിഞ്ഞ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് ഇൻ ചെയ്യണം. Praise to Jesus. Praise to Jesus. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയപ്പെടട്ടെ. ശരി കാവാല അടരച്ചേരി കാലകൾ കസിയാ റഹംതരെ റേപഷിയാലഗതിയാ റഹംതരെ റിയാലകൾ കസിയാ റഹംതരെ ചേരികൾ കദിയാല റിയാലഗസ്കരെ വൈഡം തോ റുഗാശിബല വൈഡത്തോരികൾ കദിയാല. എണ്ണയും വീഞ്ഞും നിന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടത്തോളം കാലം ഒരു ഗ്യാപ്പില്ലാതെ തക്കവണ്ണം ചിലരെ നിന്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്ന് നിന്നിലൂടെ ചിലര് രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം നിന്റെ കരക്കീഴിൽ ഞാൻ അവരെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ
ഒരു ഗൈഡൻസോടെ അത് പകർന്നു കൊടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ സമർപ്പിക്കുന്നെന്ന് പറയുന്നവർ, അത് വീടിന്റെ അകത്ത് ചിലർ അർത്ഥപ്രാണനായി കിടക്കുന്നു, സഭയ്ക്കകത്ത് ചിലർ അർത്ഥപ്രാണനായി കിടക്കുന്നു, ദേശത്തിന്റെ അകത്ത് ചിലർ അർത്ഥപ്രാണരായി കിടക്കുന്നു. എന്റെ കയ്യിലാ എണ്ണയും വീഞ്ഞും ഇരിക്കുന്ന, ഞാൻ പകരാത്തിടത്തോളം കാലം അവർ രക്ഷ പ്രാപിക്കുകയില്ല എന്ന് ബോധ്യമുള്ളവർ ശക്തമായ ഒരു ആത്മഭാരം. ദൈവത്തെ ഞാൻ അറിഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ അച്ചാച്ച, എൻ്റെ പിള്ളേർ, എൻ്റെ സഭ, എൻ്റെ പാസ്റ്റർ. നോ 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 നോ. ആത്മാവ് പറയാ, പോരാ 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 പോരാ. നീ കണ്ടിട്ടില്ലാത്തവർ, നിനക്ക് ഇന്നു വരെ അറിഞ്ഞിട്ടില്ലാത്തവർ. ഞാൻ ഇത് പറയുമ്പോഴേ പരിശുദ്ധ ആത്മാവ് പറയാ, പൗലോസ് തിമത്യോസിന്റെ മേലെ, ഞാൻ കണ്ണടയ്ക്കാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ കേട്ടോ, കണ്ണടച്ചോട്ട് ഈ ദൂതുകളൊക്കെ കേൾക്കണേ. ആമേ സ്തോത്രം. ഇനി ഒരു 5 മിനിറ്റ് സമയം കൂടെ നമ്മുടെ മുൻപിലുണ്ട്. ഈ ദൂതുകളൊക്കെ ഒന്ന് കേട്ടോണേ. ആമേ, പൗലോസ് തിമത്യോസിന്റെ മേല് ചിലത് പകർന്നു. പക്ഷെ പൗലോസിന്റെ കയ്യിൽ മൈക്ക് കൊടുത്തിട്ട് നിങ്ങൾ ചോദിക്കുക, അങ്ങെങ്ങനെ പുറത്തു വന്നേ? പൗലോസ് പറയും, നോക്ക്, ഞാൻ ലോകമറിയുന്ന ഒരു സുവിശേഷകനായി, അപ്പോസ്തലനായി മാറിയത് ആരും അറിയപ്പെടാത്ത ഒരു അനന്യാസ് വീടിന്റെ അകത്തിരിക്കുമ്പോൾ, ഒരുവൻ മുട്ടുമടക്കിയപ്പോൾ, ഒരുവൻ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ, അവന്റെ കരത്തിനകത്ത് പേരും അഡ്രസ്സും ദൈവാത്മാവ് കൊടുത്തതിന്റെ പ്രകാരം അവൻ പോയി ലോകമറിയുന്ന ഒരു അപ്പോസ്തലനെ എഴുന്നേൽപ്പിച്ചു. ഇന്നും പൗലോസിനെ നമുക്കറിയാം, പക്ഷേ ആരും അറിഞ്ഞില്ലെങ്കിലും അവനെ എഴുന്നേൽപ്പിച്ച അനനിയാസിനെ സ്വർഗത്തിന്റെ ലിസ്റ്റിൽ ഞാൻ പറയുന്നു, പേരവിടെ ഉണ്ട്, പേരവിടെ ഉണ്ട്, പേരവിടെ ഉണ്ട്, പേരവിടെ ഉണ്ട്. ആ ചെയിൻ നിങ്ങൾ നോക്കണേ. അനനിയാസ്, പൗലോസ്, തിമത്യോസ്, തീത്തോസ്, എപ്പഫ്രാസ്. തീത്തോസ് എഴുന്നേൽക്കണമെങ്കിൽ പൗലോസ് എഴുന്നേൽക്കണം. പക്ഷെ പൗലോസ് എഴുന്നേൽക്കണമെങ്കിൽ അനന്യാസെ നീ മുട്ടുമടക്കണം. എപ്പഫ്രാസ് എഴുന്നേൽക്കണമെങ്കിൽ ആന്റി പൗലോസ് എഴുന്നേൽക്കണം. പക്ഷെ പൗലോസ് എഴുന്നേൽക്കണമെങ്കിൽ അനന്യാസെ നീ പോയി അത് പറയണം. സത്യം പറ, എല്ലാ ആരുടെ കയ്യിലായിരിക്കുന്നേ? അനന്യാസിന്റെ. ആണോ? 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 ഇന്ന് ലോകം കണ്ട കർത്തൃദാസന്മാരുടെ പിൻപിൽ കണ്ണുനീരൊഴുക്കിയ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ മുറിയിൽ പേരും അഡ്രസ്സും കിട്ടി അത് പോയി പറഞ്ഞ് ചിലരെ എഴുന്നേൽപ്പിച്ചതിന്റെ ക്രെഡിറ്റ് ലോകം അറിയാത്തവർക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതിന് കൈ ഉയർത്തി രാമേൻ പറയാൻ പറ്റുമോ? ഇതിന്റെ നടുവിൽ അനന്യാസുമാരുണ്ട്. രാമേൻ പറ. പൗലോസിനെ എഴുന്നേൽപ്പിക്കേണ്ട അനന്യാസുമാർ ഇതിന്റെ നടുവിലുണ്ട്. തിമത്യോസിനെ എഴുന്നേൽപ്പിക്കേണ്ട പൗലോസുമാരും ഇതിന്റെ നടുവിലുണ്ട്. ആമേ, ആമേ, ആമേ. എന്നോട് ആത്മാവ് ഒരു വാക്കും കൂടെ കൂട്ടിച്ചേർക്കാൻ പറയാ. പാപം കാണിച്ച് പുറത്തു പോയ യൂദയ്ക്ക് പകരം എഴുന്നേൽക്കേണ്ട മധ്യാസുമാരെ ചീട്ടിട്ട് തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ദൈവം അഭിഷേകം ചെയ്ത് മാളിക മുറിക്കകത്താക്കിയ ചില ശിഷ്യന്മാരോ അർത്ഥം ദൈവപ്രവൃത്തി നിൽക്കുന്നില്ല. ഒരുവൻ പോയെന്ന് പറഞ്ഞ് അതിന്റെ പകരം വേറൊരുവനെ കയറ്റി ദൈവം അത് ഫില്ല് ചെയ്യും. സിസി ആന്റി, എനിക്ക് ഇവിടുത്തെ ചരിത്രങ്ങളൊന്നും എനിക്കറിയാൻ പാടില്ല, ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല, എനിക്കറിയേം വേണ്ട. പക്ഷെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ചിലർ പോയതിന്റെ പേരിൽ, ചിലർ പോകാൻ ഒരുങ്ങുന്നതിന്റെ പേര്, ചിലർ പോയതിന്റെ പേര് അക്കോളം വെറുതെ കിടക്കത്തില്ല. അതിന് പകരം ചീട്ടിട്ട് ചിലതിനെ ഇതിന്റെ അകത്ത് കൊണ്ടുവന്ന് ആമേ സ്തോത്ര ഒരു ഗണം പുറത്തിറങ്ങുവാൻ തക്കവണ്ണം ആമേ സ്തോത്ര ചില ശിഷ്യന്മാര് ആമേ പ്രാപിച്ചതിനെ പകരുന്ന ഒരു അഭിഷേകത്തിലേക്ക് എന്റെ ദാസിയെ ഞാൻ നിന്നെ വേർതിരിക്കുന്ന അപ്പാവ് ദൂത് പറയുകയോ. ചില നിജപുത്രിമാര് നിന്റെ കരക്കീഴിൽ നിന്ന് എഴുന്നേറ്റു വരും. ചില നിജപുത്രിമാര് നിങ്ങൾക്ക് 4 തലമുറയല്ല, 40-ഉമല്ല, 400-ഉമല്ല, ചില നിജപുത്രന്മാരും പുത്രിമാരും.
പ്രാപിച്ചതിനെ പകരം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നാട്ടുകാർ പറയുന്നത് കേട്ടോണ്ടിരിക്കില്ല. പ്രാപിച്ചതിനെ പകരം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടുകാരുടെ അഭിപ്രായം നോക്കിക്കൊണ്ടിരിക്കരുത്. എഴുന്നേൽക്കണം, പോകണം, ശിഷ്യരാക്കണം. എഴുന്നേൽക്കണം, പോകണം, ശിഷ്യരാക്കണം.